എന്നാലും ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് PC ജ്വല്ലറിയെ സംബന്ധിച്ച് വളരെ ഒരു പോസിറ്റീവായ ദിവസം തന്നെയാണ്. ആ ഒരു ന്യൂസിലോട്ട് നമുക്ക് പോകാം. ഇന്ന് 7% മികച്ചൊരു കുതിപ്പാണ് PC ജ്വല്ലറി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 രൂപയ്ക്ക് മുകളിലേക്ക് 10.32 എന്ന രീതിയിലൊക്കെ ഉള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്ട്രോങ് ബിസിനസ് അപ്ഡേറ്റ് ആണ് Q3യിൽ PC ജ്വല്ലറിന് രേഖപ്പെടുത്താൻ സാധിച്ചത്. അതിനെ തുടർന്നൊക്കെയാണ് ഇത്തരത്തിലൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചത്. അതായത് സ്റ്റാൻഡ് അലോൺ റവന്യൂ നോക്കുമ്പോൾ 37% വർധനവാണ് PC ജ്വല്ലറി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്ട്രോങ് ഫെസ്റ്റിവൽ സീസൺ, വെഡ്ഡിംഗ് സീസൺ ഡിമാൻഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റവന്യൂ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് എന്നാണ് ബിസിനസ് അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല PC ജ്വല്ലറിനെ സംബന്ധിച്ച് ഒരു പ്രൊപ്പോസൽ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. UP ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ CM യുവ സ്കീം എന്ന രീതിയിലുള്ള ഒരു അപേക്ഷയാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം 1000 ജ്വല്ലറികളോളം പുതിയതായി തുടങ്ങാനുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയയിലായിരിക്കും ഇത്തരത്തിലുള്ള ജ്വല്ലറികൾ വരാൻ പോകുന്നത്. ഏതായാലും ട്രെയിൻഡ് ഗോൾഡ് സ്മിത്ത്, എൻ്റർപ്രണർഷിപ്പ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, ലോക്കൽ ജോബ്സ്, അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നൊരു കാര്യത്തിന് കൂടിയാണ് ഇത്തരത്തിലൊരു ഫണ്ടിന് വേണ്ടി ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു പ്രപ്പോസൽ അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഓഹരിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് മാനേജ്മെൻറ്റിനുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.